അപ്പോൾ നമ്മൾ ഇന്നലെ കാഴ്ചകളൊക്കെ കണ്ട് കാന്തല്ലൂരും മറയൂരൊക്കെ കണ്ട് ഇന്ന് നമ്മൾ പിന്നെ മൂന്നാർ ഭാഗത്ത് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ നോബി നമ്മളപ്പുറം ഉണ്ട്. നോബി അപ്പോൾ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ്റെ വീടിൻ്റെ എത്തി ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മളങ്ങ് പോകും. നമ്മൾ അടുത്ത രാജമല കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ റൈഡിങ് ഒക്കെ കഴിഞ്ഞ് ഓഫ് റോഡ് ആയിരുന്നു, ഫുള്ള് ഓഫ് റോഡ് വണ്ടി ആയിരുന്നു. അപ്പോൾ ഇവൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെച്ചാൽ നമ്മൾ പോയത്. എന്തായാലും ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണോ, ഒരു രക്ഷയില്ലാത്ത പൊളിയാണ്, ഒരു രക്ഷയില്ല, അജാതി പൊളിയാണ് കേട്ടോ. അതാണ് മുരുകമല. ആ മലന്റെ മുകളിൽ നിന്നിട്ട് ഒരു എല്ലാ ചുറ്റുഭാഗത്തുള്ള മലകളും കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഇന്നലെ അവിടെ പോയിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ താമസിച്ച് നോബിൻ്റെ വീട്ടിലായിട്ടോ. ഫസ്റ്റ് ദിവസം നമ്മൾ റൂമെടുത്ത് താമസിച്ച്, അവന് റൂമൊക്കെ സെറ്റാക്കി തന്നെ അങ്ങനെ നമ്മൾ താമസിച്ച്. രണ്ടാമത്തെ ദിവസം അവൻ്റെ വീട്ടിൽ താമസിച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ മൂന്നാറിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ സെൻറ്റ് മേരീസ് എന്ന പള്ളിയുണ്ട്, ചർച്ചുണ്ട്, അവിടെ ഒന്ന് കയറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന വഴി തന്നെ ആ മല കണ്ടില്ല, ആ മലേൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കറങ്ങി നമ്മൾ വന്നത്. പക്ഷേ രാത്രി കൊണ്ട് നമുക്കൊന്നും മര്യാദയ്ക്ക് കാണാനോ അല്ലെങ്കിൽ അറിയാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നേരെ മൂന്നാറിലേക്കാണ്. ഇപ്പൊ നമ്മൾ പോയ മറയൂര്, ഇപ്പൊ നമ്മൾ പോയ സ്ഥലത്ത് കറക്കാം. ഈ സാധനത്തിൽ എന്തോരം വേണേലും വെള്ളം ചേർക്കാം, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ 1 ലിറ്ററിലേക്ക് 2 ലിറ്റർ വെള്ളം ചേർത്താൽ 3 ലിറ്റർ ആയിട്ട് വിൽക്കാം. താങ്ക് യു, വിസിറ്റ് അഗൈൻ. നമ്മൾ വീണ്ടും വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കാന്തല്ലൂർ പഞ്ചായത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി മറയൂർ പഞ്ചായത്ത് കേട്ടോ. പാലത്തിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നല്ല കാന്തല്ലൂർ ഒന്ന് മറയൂർ കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് സെൻറ്റ് മേരീസ്, ഇപ്പോൾ നമ്മളുള്ളത് മറയൂർ സെൻറ്റ് മേരീസ് പള്ളിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നോവിനോട് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇങ്ങനെ പള്ളിയിലൊന്ന് കയറണം, നിങ്ങളെ പള്ളീൻ്റെ ഉള്ളിലൊന്ന് കാണണം. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ പറഞ്ഞു. അപ്പോൾ പള്ളിയിലച്ഛൻ്റെ അടുത്ത് പോയിട്ട്, അപ്പോൾ വൈഫ് ഇതാ മോളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പള്ളീൻ്റെ ഭാഗത്തോട്ടൊക്കെ ഉള്ളത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പള്ളിയിലച്ഛനെ വിളിക്കാൻ വേണ്ടി പോയിട്ട് അത് അവിടെ ഉണ്ട്. അപ്പോൾ പള്ളിയിലച്ഛൻ വിളിക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയി വെക്കാം. സോക്സ് ഇട്ടൂടെ ഇവരൊക്കെ ഒരു നല്ല പള്ളി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ പള്ളി കയറിക്കോട്ടോ. അത് മാതാ ഉണ്ണിയേശു, യേശു, അത് യേശു. ആ 12 ഫോട്ടോ അല്ലേ? 12 ഫോട്ടോ ഉണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ട് യേശുവിൻ്റെ. അപ്പോൾ ഒന്ന് കുറ്റക്കാരനാ കണ്ടിട്ട് അപ്പോൾ മറ്റേ വിധിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ കേട്ടോ, തൂക്ക് കയറ്റാൻ മറ്റേ. അപ്പോൾ അതാണ് അത് കണ്ടില്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അപ്പോൾ ഇതൊക്കെ അല്ലേ നേരത്തെ പിള്ളേരെ മാമോദിസ മുക്കുന്നു. മാമോദിസ മുക്കുന്നത്. നിങ്ങൾക്ക് എന്താ 28 കിട്ടുന്ന കണ്ട് പറയാം. നമുക്ക് മാമോദിസ മുക്കി പള്ളിയിലേക്ക് കുട്ടികളെ വെള്ളത്തിൽ മുക്കി എടുക്കും. അൽഫോൺസ് അത് കുരിശ് അത് മുകളിൽ കൊണ്ടുവന്നോ. പോകുന്ന വഴിക്ക് വീഴും. അതാണ് ചാട്ടവാറടി. ഓരോ സ്റ്റെപ്പായിട്ടില്ലേ. പിന്നെ വീഴുന്ന് പിന്നെ ഡ്രസ്സെല്ലാം ലേലം ചെയ്ത് കൊടുത്തു. തുടങ്ങുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് കുരിശിത്താക്കുന്നു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കയറ്റി വെച്ച്. 3-ാം നാൾ വഴിയിലാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ തറച്ചതിന് ശേഷം പിന്നെ അതിന് ഇറക്കുന്നില്ലേ? കേട്ടോ. നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പാവങ്ങളെല്ലാം അച്ഛൻ്റെ അടുത്ത് ഇതെന്താണ്? അത് തിരി അല്ല, ഇതല്ല തിരി എത്തിച്ചത്. ഇതും എന്തോ വലിയ തിരിയാ, എന്തോ ഫംഗ്ഷൻ്റെ പരിപാടി. ഫംഗ്ഷൻ. ഇത് നമ്മൾ തിരി എത്തിച്ചത്. നേർച്ചപ്പെട്ടി.
ഇതൊക്കെ കൂടിപ്പോ ഒരു 40-50 കുടുംബങ്ങളുണ്ട്. ഇത്ര കുടുംബങ്ങൾ കൂടി നമുക്കിതൊക്കെ ഈ യേശു അപ്പം മുറിച്ച് തരുന്നു. അതിന്റെ മുകളിൽ വെച്ച് അപ്പം മുറിച്ചു അല്ലേ? അതിനകത്താണ് അപ്പം ഇത് വെച്ചേക്കുന്നത്. പോവാ. ഇവരെ സെമിത്തേരി ഇതാട്ടോ, കണ്ടില്ലേ? ഇതാണ് സെമിത്തേരി. ഇവിടെ ഒരു 50 വീട്ടുകാർ 60 വീട്ടുകാരെ സെന്റ് മേരീസ് പള്ളി. അപ്പൊ ഓക്കെ പറഞ്ഞോളൂ. ബാക്കിയെല്ലാം സെറ്റ് ചെയ്തേക്കാം. രാജമല ഇറങ്ങുമ്പോൾ തന്നെ വിളിക്കാം. മാട്ടുപ്പെട്ടി വെള്ളം അവിടെ ബോട്ടിംഗ് അവിടെ നമ്പർ വിളിച്ചിട്ട് സെറ്റ് ചെയ്തേക്കാം. എന്നിട്ട് അവിടെ കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ആനച്ചാൽ സ്റ്റേ ചെയ്യാം. ഇവിടെ ഇല്ലെങ്കിൽ ഓടി പോകാൻ പറ്റുന്ന അത്ര ഓടി ഒരു 8 മണി വരെയൊക്കെ വണ്ടി ഓടിക്കാമല്ലോ. ഒത്തിരി ലേറ്റ് ആക്കണം. ഒരു 8 മണിക്ക് നമുക്ക് എവിടെ എത്താൻ പറ്റും അവിടെ സ്റ്റേ ചെയ്യാനുള്ള സെറ്റ് ചെയ്യാം. ഫസ്റ്റ് റൈറ്റ് നമ്മൾ പോയി ചെല്ലുന്ന ടീ റോഡിലേക്ക് ചാടും. റൈറ്റ് എടുക്കുക. നേരെ പോയി ഒരു കയറ്റം കയറി ചെല്ലും. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോകുന്ന അങ്ങോട്ട്. ഇനി നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. മൂന്നാർ പോകുന്ന വഴിക്ക് തന്നെ എരുവിക്കുളം നാഷണൽ പാർക്ക് ഉണ്ട്. ആ എരുവിക്കുളം നാഷണൽ പാർക്കിൽ കയറിയിട്ട് വേണം നമുക്ക് മൂന്നാറിൽ എനിക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് വാഗമൺ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ പോവും, അതല്ലെങ്കിൽ നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പം നാട്ടിലേക്ക് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളെ തീരുമാനങ്ങൾ. നമ്മളിപ്പോൾ നേരെ ഇനി മൂന്നാറിലേക്ക് പോകും കേട്ടോ. ഈ മൂന്നാറിലേക്ക് എത്തുന്നതിന് മുന്നായിട്ട് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. എരുവിക്കുളം നാഷണൽ പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുട വേണ്ടിയുണ്ട്. മഴ പെയ്യുന്നുണ്ട്, നല്ല മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ ജാക്കറ്റ് വേണം, ഒക്കെ വേണം. പക്ഷേ ഇന്ന് തിരക്ക് കുറവായതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് 1 മണി വരെ എടുത്ത് 1 മണി വരെ ഉള്ള കുറച്ച് നടക്കാണ്ട് കേട്ടോ പോകുന്നത്. ആ മതി. പിന്നെ നമ്മളിതാ എരുവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ആ ഒരു ബസ്സിൽ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മൾ ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തത് കൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അയാളെ കാണിച്ച് നേരെ നമ്മളിതിൻ്റെ ഈ ബസ് കയറുന്ന ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടോ. അപ്പോൾ എരുവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ബസ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെ മുന്നിൽ കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് കഴിഞ്ഞ ശേഷം അടുത്ത ബസ്സിൽ നമുക്ക് പോകാം. പാത്തുമ്പോൾ ഇങ്ങനെ നോക്കിയാട്ടോ ഏട്ടാ പോകുന്നതെന്നുള്ളത്. ഇന്നലെ ഓഫ് റോഡ് പോയിട്ട് ഇന്ന് രാവിലെ പറയുന്നുണ്ട് ജീപ്പിൽ കയറണ്ട എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചങ്ങോട്ട് എത്തിയിട്ട് ഈ ബസ്സിൽ നിന്ന് നമ്മൾ അവിടെ ഇറങ്ങണം. ഇറങ്ങിയിട്ട് വേണം പിന്നെ അവിടുന്ന് അങ്ങോട്ട് നടക്കണമെങ്കിൽ സ്ഥലം കാണണമെങ്കിൽ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം, വിശേഷങ്ങളൊക്കെ കാണുന്നത് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ താഴത്ത് നിന്ന് നേരെ മേലോട്ട് ബസ്സിലേക്ക് പോകും കേട്ടോ. ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 2 കിലോമീറ്റർ നടന്ന് കാണാൻ കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി ഉണ്ട്. ആ വണ്ടി കയറിയിട്ട് നമുക്ക് സഫാരി ചെയ്യാം. ഓക്കെ, അപ്പോൾ അല്ലേ ആൾക്ക്
പത്തുമ അയ്യവാ വരയാടി നോക്ക്, ആടി നോക്ക്. ദാ മോള് ഇങ്ങോട്ട് വാ. അതാ അതാ പറ്റിക്കാണ്. അതാണ് ഇതാണ് അതിന്റെ മോളുണ്ടായ പാറന്റെ മോള്. നമ്മൾ കയറി വരുന്നത് തന്നെ ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, വരയാടിനെ തുടരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വരയാടിനെ തൊടാനൊന്നും പറ്റില്ല കേട്ടോ. അതാ വരുന്ന രണ്ടെണ്ണത്തിന് ഒരു ഗൈഡ് തെളിച്ചങ്ങനെ വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനാ. ഇത് മോളിൽ കാണാൻ പറ്റുമോ? മോളുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്? 1/2 കിലോമീറ്റർ കൂടി. അതൊക്കെ അവിടെ കുത്തൊക്ക കുട്ടിനെ പിടിക്ക്. അതിനെ കുഞ്ഞിനെ പേടിയാണ്. തൊടാനൊന്നും പറ്റില്ല, തൊടാൻ പറ്റില്ല എന്നുള്ള ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പാത്ത് നിൽക്കുന്നില്ല കേട്ടോ, പാത്ത് നിലത്ത് നിൽക്കുന്നില്ല, നടക്കുന്നുണ്ട്. അപ്പോൾ പാത്തുനിങ്ങനെ എടുത്ത് ഞാൻ നടക്കാം. അപ്പോൾ ഇവിടെ ഓരോ ഷെഡ് ഉണ്ട് കേട്ടോ. ഷെഡെല്ലാം ഒരു പച്ചപ്പത്തൊരു സംഭവം ഇതാ കണ്ടില്ല, മോലേക്ക് വെച്ച് അടിയിൽ ഷീറ്റാണ് നമ്മുടെ തകരത്തിൻ്റെ ഷീറ്റില്ലേ, അതേപോലത്തെ ഷീറ്റ് വെച്ച് അടിപൊളിയാണ്. അപ്പോൾ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാനും ഫോട്ടോ എടുക്കാനോ ഒക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ. മുളകുണ്ട്. നീലഗിരിയല്ല, എരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പറ്റില്ല. അവിടെ ഫോറസ്റ്റിൻ്റെ ബന്ധാക്കിയിട്ടുണ്ട്, അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വൈബ് സ്ഥലം കേട്ടോ. അങ്ങനെ നമുക്ക് മോളിന്ന് ഒരു വണ്ടിയിൽ സ്പേസ് കിട്ടിട്ടോ. രണ്ടാൾ പോരുന്നില്ല, അങ്ങനെ രണ്ടാളെ ഗ്യാപ്പിൽ നമുക്കൊരു സ്പേസ് കിട്ടി. അപ്പോൾ നമ്മൾ വണ്ടിയിൽ താഴോട്ട് പോയിട്ടോ. അപ്പോൾ താഴത്ത് നമ്മൾ മുന്നോട്ട് വണ്ടി നോക്കിയിരുന്നു, അന്നേരം കിട്ടില്ല. ബുക്കിംഗ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബുക്കിംഗ് ചെയ്തിട്ട് അവിടെ ഫുള്ളാണ് വന്നത്, 6 മണിക്കൂർ ആവുന്നതാണ്. അങ്ങനെ നമ്മൾ മെല്ലെ നടന്ന് പോകുന്നതായിരുന്നു. അപ്പോൾ അതുവരെയും കുട്ടി. അപ്പോൾ നമ്മൾ റിട്ടേൺ പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയിൽ പോയിട്ട് നമ്മൾ താഴെ ഇറങ്ങിയിട്ട് വേണം, താഴത്തുനിന്ന് നമ്മൾ ബസ് കയറിയിട്ട് എന്ത് ചെയ്യണം, നേരെ ഈ എൻട്രി പാസുള്ള ഇടത്തിലേക്ക് അവിടേക്ക് തന്നെ പോയിട്ട് നമ്മൾ എക്സിറ്റ് ആവണം കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ മൂന്നാർ ടൗണിലേക്കാണ് പോകുന്നത്. ഇന്ന് മൂന്നാർ ടൗണിൽ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും എരവിക്കുളം നാഷണൽ പാർക്ക് അടിപൊളിയാട്ടോ, വേറൊരു വൈബ് തന്നെയാണ്. കാന്തല്ലൂർ വേറൊരു വൈബും, അതുപോലെ തന്നെ മൂന്നാർ വേറൊരു വൈബ് കേട്ടോ. അപ്പോൾ എരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ഹൈ റേഞ്ചിൽ വരെ നമ്മൾ കയറി പോയി നടന്നു പോയി, ഏകദേശം 1.5 കിലോമീറ്ററോളം നടന്നു പോയി കണ്ട് വരയാടിനെ, അതുപോലെ തന്നെ ആ ഒരു മൂടൽമഞ്ഞും വാട്ടർഫാൾസൊക്കെ അടിപൊളിയായി കേട്ടോ, വേറൊരു ഭംഗി തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും പോയിട്ട് ബസ് കയറണം. അങ്ങോട്ട് വരയാട് കണ്ടോ, ആടിനെ കണ്ടോ, ആടിനെ കണ്ടെങ്കിൽ കണ്ടോ, അതാ കണ്ടില്ല.
അത് പോയി. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ ഒരുപാട് മലകൾ, തേയിലത്തോട്ടൊക്കെ കണ്ടിട്ട് നല്ല വേറൊരു ഭംഗി കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ മോൾ ഭാഗത്തൊക്കെ നമ്മൾ ഫുള്ള് കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളെ ബസ് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. ഫോറസ്റ്റിൻ്റെ ബസ്സാണ്, വൈൽഡ് ലൈഫ് കണ്ടില്ലേ. അപ്പോൾ എരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ ബസ്സാണിത്. അപ്പോൾ നമ്മൾ ബസ് കയറാൻ വേണ്ടി പോവുക. ബസ് സീറ്റ് ഫുൾ അനുസരിച്ച് ആളെ കയറ്റിട്ട് ഫുള്ളാക്കിയിട്ട് പോകുന്നുള്ളൂ. അല്ല ബസ്സിൽ കയറാനുള്ളതാണ്. നമ്മൾ ബാക്കിലാണ് കേട്ടോ എല്ലാം. അപ്പോൾ നമ്മളെ ബാക്കിൽ ആൾക്കാരില്ല കേട്ടോ, നമ്മളാണ് ലാസ്റ്റിൽ. അപ്പോൾ അത്രയും ആൾക്കാർ ഇനി കയറാണ്ട് അടുത്ത ബസ് കയറണം. ഇപ്പോൾ ഏകദേശം 4 മണിയായിട്ടോ. അപ്പോൾ മൂന്നാറിലെത്തുമ്പോഴേക്ക് 4:30 മണിയാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് റൂം എടുത്തിട്ട് മൂന്നാറിൽ സ്റ്റേ ചെയ്യാണ്, മൂന്നാർ ടൗണിൽ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.